Hi all, welcome to Steadicom MLT Academy. Kerala PSC Lab Technician എക്സാമിന്റെ 75 ഡേയ്സ് ചാലഞ്ചിലെ ഡേ 6 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് ഹെമറ്റോളജി ആണ്. ഹെമറ്റോളജിയിൽ നമ്മുടെ ഹീമോഗ്ലോബിൻ, അതിന്റെ ഫങ്ഷൻസ്, നോർമൽ ആൻഡ് അബ്നോർമൽ ഹീമോഗ്ലോബിൻ, അതിന്റെ എസ്റ്റിമേഷൻ മെത്തേഡ്സ് ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിൽ ഒരു പോർഷൻസും കൂടി വരുന്നുണ്ട്, നമ്മൾ അനീമിയ എന്ന് പറയുന്ന ഏരിയ. സോ അത് നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോ ചെയ്യാം. അതുപോലെ നമുക്ക് ലുക്കീമിയ ഉണ്ട്. ഈ അനീമിയ ആൻഡ് ലുക്കീമിയ എന്ന് പറയുന്നത് നമുക്ക് സെപ്പറേറ്റ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും നമുക്ക് നമ്മുടെ മെത്തേഡ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് HbA2 ഹാസ് ഓപ്ഷൻ എ 2 ആൽഫ ആൻഡ് 2 ബീറ്റ ചെയിൻ, ഓപ്ഷൻ ബി 2 alpha and 2 gamma chain, option C 2 alpha and 2 delta chain, option D 2 alpha and 2 epsilon chain. നമ്മളെ ഹീമോഗ്ലോബിൻസിന്റെ വേരിയസ് ഫോംസ് ഓഫ് ഹീമോഗ്ലോബിൻസ് വരുന്നുണ്ട് അല്ലെ. HbA, HbA1, A2, HbF എന്നൊക്കെ പറഞ്ഞിട്ട് അതില് ഈ HbA2 എന്ന് പറയുന്നതില് എങ്ങനെയായിരിക്കും നമ്മുടെ ഗ്ലോബിൻ ചെയിൻ ഉണ്ടാവുക എന്നാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ ഏതാണ്? യെസ്, ഓപ്ഷൻ സി, അതായത് 2 ആൽഫയും 2 ഡെൽറ്റയുമാണ് HbA2 വരുന്നത്. ഇപ്പൊ HbA2 നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യാ? യെസ്, ആൽഫ 2 ഡെൽറ്റ 2 എന്നുള്ള രീതിയിലാണ്. ഡെൽറ്റ 2 ഇങ്ങനെയാണ് HbA2 റെപ്രസെന്റ് ചെയ്യുക. സോ ഇത് നമുക്ക് വേരിയസ് പല ഫോംസ് ഓഫ് HB നമുക്ക് പഠിക്കാനുണ്ട്. HbA1ൻ്റെത് എങ്ങനെയാണ് അതിന്റെ ഗ്ലോബിൻ ചെയിൻ വരുന്നത്, HbA2ൻ്റെത് ഏതാണ്, HbF-ൻ്റെത് ഏതാണെന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ അതിന്റെ മുന്നേ ആയിട്ട് നമുക്ക് ഹീമോഗ്ലോബിനെ കുറിച്ചിട്ട് കുറച്ച് സ്ട്രക്ചറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫങ്ഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. അതിനുശേഷം ഈ ഒരു ക്വസ്റ്റ്യന്റെ ഡിസ്കഷനിലേക്ക് പോകാം. യെസ്, എന്താണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്? യെസ്, ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാല് നമ്മുടെ RBCയിലുള്ള ഒരു പ്രോട്ടീൻ ആണ് അല്ലെ. അതൊരു കോൺജുഗേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടീൻ ആണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. നമ്മുടെ RBCക്ക് റെഡ് കളർ കൊടുക്കുന്ന പ്രോട്ടീൻ ആണ് ഹീമോഗ്ലോബിൻ. അതേപോലെ തന്നെ RBCക്ക് അത്രത്തോളം വെയിറ്റ്, നമ്മുടെ ബോഡിയിൽ സെല്ല് എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് വരുന്ന സെല്ല് എന്ന് പറഞ്ഞാൽ അത് RBCക്കാണ്. ആ ഒരു RBCക്ക് ഉള്ള വെയിറ്റിൽ ഏകദേശം 90% വെയിറ്റും എന്ന് പറയുന്നത് ഈ ഹീമോഗ്ലോബിന്റെ വെയിറ്റ് ആണ്. അപ്പൊ RBCക്ക് ഇത്രയും വെയിറ്റ് കൊടുക്കുന്നതും അതുപോലെ RBCക്ക് ആ ഒരു കളറ് കൊടുക്കുന്നതും ആരാണ്? ഹീമോഗ്ലോബിൻ ആണ്. ഓക്കെ, ഹീമോഗ്ലോബിന് എവിടെ? നമ്മുടെ RBCന്റെ ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. നമുക്കറിയാം ഹെമറ്റോപോയസിസിൽ നമ്മൾ എറിത്രോപോയസിസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ എറിത്രോപോയസിസിൽ ഏത് സ്റ്റേജിലായിരുന്നു ഹീമോഗ്ലോബിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്? യെസ്, പോളിക്രോമാറ്റിക് എറിത്രോബ്ലാസ്റ്റിക് സ്റ്റേജിലായിരുന്നു. എറിത്രോപോയസിസിന്റെ ഈ പോളിക്രോമാറ്റിക് ആയിട്ടുള്ള എറിത്രോബ്ലാസ്റ്റിക് സ്റ്റേജിലായിരുന്നു ഈ HBന്റെ ഫോർമേഷൻസ് നടക്കുന്നത്. അപ്പോൾ HB ഫോർമേഷൻസും കാര്യങ്ങളും നമ്മൾ ബയോകെമിസ്ട്രി ഏരിയയിൽ സിലബസ് വരുമ്പോൾ കവർ ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ ഹെമറ്റോളജിയിൽ വരുന്ന HBന്റെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ആ ഒരു സിലബസിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നമ്മൾ HBന്റെ സ്ട്രക്ചർ എടുക്കുകയാണ് അല്ലെ. അതായത് ഹീമോഗ്ലോബിന്റെ പേരിൽ തന്നെ ഉണ്ട് ഹീമോഗ്ലോബിൻ എന്നാണ്. ഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പോൾ അതില് ഹീം പാർട്ടും വരുന്നുണ്ട്, ഗ്ലോബിൻ പാർട്ടും വരുന്നുണ്ട്. ഹീം പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അയൺ കണ്ടൈനിങ് പിഗ്മെന്റ്സിനെയാണ് നമ്മൾ ഹീം പാർട്ട് എന്ന് പറയുന്നത്. ഹീമും ഗ്ലോബിൻ എടുത്താല് നമുക്കറിയാം ഹീമോഗ്ലോബിനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് നമുക്ക് അയൺ വരുന്നുണ്ട്. സോ അയൺ ഏതിലാണ് വരുന്നത്? നമ്മളെ ഹീം പാർട്ടിലാണ് ഈ അയൺ കണ്ടൈനിങ് ആയിട്ടുള്ള പിഗ്മെന്റ്സ് വരുന്നത്. ഗ്ലോബിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പ്രോട്ടീൻ പാർട്ട്. പ്രോട്ടീൻ പാർട്ടിനെയാണ് നമ്മൾ ഗ്ലോബിൻ പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഹീമോഗ്ലോബിന്റെ സ്ട്രക്ചർ എടുക്കുന്ന സമയത്ത് ഒരു ഹീം പാർട്ടും ഉണ്ടാവും, ഗ്ലോബിൻ പാർട്ടും ഉണ്ടാവും. ഇതിൽ അയൺ പ്രസന്റ് ആയിരിക്കുന്നത് എവിടെയാണ്? ഹീം പാർട്ടിലായിരിക്കും. ഗ്ലോബിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ പാർട്ടാണ്. ഓക്കെ, സോ ഇനി അതിന്റെ നമ്മൾ ഹീമിനെ എടുക്കുകയാണ്. ഹീമിനെ നമ്മൾ സെപ്പറേറ്റ് എടുക്കുന്ന സമയത്ത് ഹീമിനെയാണ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അയൺ പോർഫൈറിൻ കോംപ്ലക്സ് ആണ് കോൾഡ് അയൺ പ്രോട്ടോപോർഫൈറിൻ അയൺ. സോ നമ്മൾ ഹീം പാർട്ടിനെ എടുക്കുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും? അയൺ പോർഫൈറിംഗ് റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ അയൺ പോർഫൈറിംഗ് ആണ്. ഒരു അയണും ഉണ്ടാവും, അതിന് ചുറ്റും നമുക്ക് ഒരു പോർഫൈറിംഗ്
ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ അതിനെന്തിനു പറയുന്നത് അയേൺ പോർഫൈറിൻ കോംപ്ലക്സ് എന്ന് പറയുന്നത്. സോ ഹീം പാർട്ടിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? അയേൺ പോർഫൈറിൻ കോംപ്ലക്സ് ആണ് നമ്മുടെ ഹീം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അയേൺ പ്രോട്ടോ പോർഫൈറിൻ അയൺ എന്ന് പറയും. സോ അതുപോലെ അതിൽ ഉണ്ടാവുന്ന അയൺ, ഹീമിൽ ഉണ്ടാവുന്ന അയൺ എന്ന് പറയുന്നത് ഫെറസ് സ്റ്റേറ്റിലായിരിക്കും. ഈ ഫെറസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ Fe2+ സ്റ്റേറ്റ്. നമുക്ക് ഫെറസ് സ്റ്റേറ്റും വരുന്നുണ്ട്, അതുപോലെ അത് ഓക്സിഡൈസ് ചെയ്ത് ഫെറിക് സ്റ്റേറ്റും വരുന്നുണ്ട്. പക്ഷെ ഹീമിൽ ഉണ്ടാവുന്ന അയൺ എന്ന് പറയുന്നത് ഫെറസ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ Fe2+ സ്റ്റേറ്റിലായിരിക്കും. അപ്പൊ ഹീം എന്ന് പറഞ്ഞാൽ അതൊരു അയൺ പോർഫൈറിംഗ് ആയിട്ടുള്ള കോംപ്ലക്സ് ആണ്. അയണും ഉണ്ടാവും പോർഫൈറിനും ഉണ്ടാവും ഹീമില്. ഇനി ഗ്ലോബിൻ എടുക്കുകയാണെങ്കിൽ ഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ 4 പോളിപെപ്റ്റൈഡ് ചെയിൻസ് ആണ്. അപ്പോ 4 പോളിപെപ്റ്റൈഡ് ചെയിൻസ് ആണ് ഈ ഗ്ലോബിൻ പാർട്ട് എന്ന് പറയുന്നത്. ഈ 4 പോളിപെപ്റ്റൈഡ് ചെയിനിൽ 2 എണ്ണം ആൽഫ ചെയിനും 2 എണ്ണം ബീറ്റ ചെയിനും ആയിരിക്കും. 2 എണ്ണം ആൽഫ ചെയിനും 2 എണ്ണം ബീറ്റ ചെയിനും ആയിരിക്കും. ആൽഫ ചെയിനിൽ ഒരു 141 ആയിട്ടുള്ള അമിനോ ആസിഡ്, പോളിപെപ്റ്റൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, അമിനോ ആസിഡുകൾ കൂടി ചേർന്ന് അതിനെയാണ് നമ്മൾ പോളിപെപ്റ്റൈഡ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ആൽഫ ചെയിൻ എടുക്കുകയാണെങ്കിൽ 141 അമിനോ ആസിഡ്സും ഉണ്ടാവും. ബീറ്റ ചെയിൻ എടുക്കുകയാണെങ്കിൽ അതിൽ 146 അമിനോ ആസിഡ്സ് ആണ് വരുന്നത്. ആൽഫ ചെയിന്റെ ക്രോമസോം ലൊക്കേഷൻസ് എന്ന് പറയുന്നത് ക്രോമസോം നമ്പർ 16ഉം ബീറ്റ ചെയിൻ്റെതാണെങ്കിൽ ക്രോമസോം നമ്പർ 11ഉമാണ്. 16ഉം 11ഉമാണ് അത് ലൊക്കേഷൻ വരുന്നത്. അതും വേണമെങ്കിൽ നോട്ട് ചെയ്തെടുക്കും. സോ അപ്പൊ കുറച്ച് കാര്യങ്ങൾ HB നെ കുറിച്ച് നമ്മൾ പഠിച്ചു. HB പറയുന്നത് ഒരു RBCയിലുള്ള പ്രോട്ടീൻ ആണ്, അല്ലെങ്കിൽ ഇതൊരു ക്രോമോ പ്രോട്ടീൻ ആണ്. സോ RBCക്ക് കളറും RBCക്ക് അത്രത്തോളം വെയിറ്റ് ഒക്കെ കൊടുക്കുന്നത് ഈ ഒരു പ്രോട്ടീൻ ആണ്. RBCയിൽ ഈ HB എപ്പോഴാണ് സിന്തസൈസ്, ഏത് സ്റ്റേജിലാണ് സിന്തസൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എറിത്രോപോയസിസിലെ പോളിക്രോമാറ്റോഫിലിക് ആയിട്ടുള്ള നോർമോബ്ലാസ്റ്റ് അല്ലെങ്കിൽ പോളിക്രോമാറ്റോഫിലിക് ആയിട്ടുള്ള എറിത്രോബ്ലാസ്റ്റ് എന്നുള്ള സ്റ്റേജിലാണ് HB സിന്തസൈസ് ചെയ്യുന്നത്. HBന്റെ സ്ട്രക്ചർ എടുക്കുമ്പോൾ അതൊരു ഹീം പാർട്ടും ഉണ്ടാവും, ഗ്ലോബിൻ പാർട്ടും ഉണ്ടാവും. ഹീം പാർട്ട് എന്ന് പറയുന്നത് അയൺ പോർഫൈറിംഗ് കോംപ്ലക്സ് ആണ്. ഗ്ലോബിൻ പാർട്ട് എന്ന് പറയുമ്പോൾ അത് 4 പോളിപെപ്റ്റൈഡ് ചെയിൻസ് ആണ്. 2 ആൽഫ ചെയിൻസും ഉണ്ടാവും, 2 ബീറ്റ ചെയിൻസും ഉണ്ടാവും. ഓക്കെ, ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ PSC എക്സാമിൽ. ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് അതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ എന്ന് വിചാരിച്ച് നമുക്ക് ഒഴിവാക്കണ്ട. പിന്നെ ഇനി HBന്റെ ഫംഗ്ഷൻ. HBന്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻലി എന്താണ് വരുന്നത്? യെസ്, HBന്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ്, നമ്മുടെ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ട്രാൻസ്പോർട്ടേഷൻ ആണ് HB. നമുക്കറിയാം RBC ആണ് ഈ ട്രാൻസ്പോർട്ടേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. അതിൽ തന്നെ HB ആണ് ട്രാൻസ്പോർട്ടേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. അവരെന്താ ചെയ്യുക, നമ്മള് മൗത്ത് വഴി അല്ലെങ്കിൽ നോസ് വഴി എടുക്കുന്ന ഈ ഒരു ഓക്സിജൻ നമ്മളെ ലങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ ലങ്ങിന്ന് അത് നമ്മുടെ ബോഡിന്റെ ഡിഫറെന്റ് പാർട്ടിലേക്ക് എത്തണം അല്ലെ. അത് എത്തണമെങ്കിൽ ഈ ഓക്സിജൻ ആരുമായിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്? യെസ്, HB ആയിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്. നമ്മുടെ ലങ്സിലുള്ള ടിഷ്യൂസ് ഈ ഓക്സിജൻ HB ആയിട്ട് ബൈൻഡ് ചെയ്തിട്ട് നമ്മൾ ബോഡിന്റെ ഡിഫറെന്റ് പാർട്ടിലേക്ക് അത് എന്ത് ചെയ്യാണ്? ട്രാൻസ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഗ്യാസസിന്റെ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ മെയിൻലി നമുക്ക് ഓക്സിജന്റെ ട്രാൻസ്പോർട്ടും വരുന്നുണ്ട്, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ട്രാൻസ്പോർട്ടും വരുന്നത് അല്ലെ. ഓക്സിജന്റെ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ ലങ്ങിന്റെ ടിഷ്യൂലേക്കാണ് അവർ എത്തിക്കുന്നത്. നമ്മൾ ഓക്സിജനെ വലിച്ചെടുത്ത് ലങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ ആ ലങ്ങിന്ന് ടിഷ്യൂസിലേക്കാണ് ഓക്സിജന്റെ ട്രാൻസ്പോർട്ട് വരുന്നത്. എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് എവിടെയാണ് ഫോം ചെയ്യുന്നത്? നമ്മളുടെ ബോഡിയിലെ ടിഷ്യൂസിൽ ഫോം ചെയ്യും. മെറ്റബോളിസത്തിന്റെ ബൈ പ്രോഡക്റ്റ് ആയി ഉണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് നമ്മളുടെ ബോഡി ലങ്സ് വഴി പുറത്തേക്ക് കളയണം. അപ്പൊ ഈ ടിഷ്യൂസിന്ന് ലങ്സിലേക്കാണ് ആര് ക്യാരി ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിനെ കൊണ്ടുപോകുന്നത്. സോ ആ 2 കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ആസിഡ് ബേസ് ബാലൻസ്, നമ്മുടെ ബോഡിന്റെ pH മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ആ ഒരു ബഫർ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് നമ്മുടെ HBന്റെ ഫംഗ്ഷൻ ആയിട്ട് പറയാം. ബ്ലഡ് ഫ്ലോ റെഗുലേഷൻസ്, അങ്ങനെ 1-2 ഫംഗ്ഷൻസ് കൂടി വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് പറയാം. എന്തായാലും നമ്മൾ ഓർത്ത് വെക്കേണ്ട 2 ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓക്സിജൻ ട്രാൻസ്പോർട്ട് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ട്രാൻസ്പോർട്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇനി നമുക്ക് വേരിയസ് ഫോംസ് ഓഫ് HB ആണ് പഠിക്കാനുള്ളത്. HB നമ്മുടെ ബോഡിയിലുള്ള എല്ലാ HB ഒരേ ഫോമിലാണോ, അല്ലെങ്കിൽ നമ്മളിപ്പോ ഫീറ്റൽ സ്റ്റേജിൽ ഉണ്ടാവുന്ന HB തന്നെയാണോ നമ്മൾ ജനിച്ചതിന് ശേഷവും
എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. HBക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഇവിടെ പഠിക്കാനുള്ള ഫോംസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫോം HbA. HbA അല്ലെങ്കിൽ നമുക്ക് അതിനെ HbA1 എന്ന് പറയാം. കാരണം HbAല് നമുക്ക് ഉണ്ടാവുന്നത് അതില് ഗ്ലോബിൻ ചെയിൻ എങ്ങനെയായിരിക്കും, ആൽഫ ടു ബീറ്റ ടു എന്നുള്ളതാണ്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, ഗ്ലോബിൻ ചെയിൻ 4 എണ്ണാണ് വരുന്നത് അല്ലെ. അതിൽ 2 ആൽഫ ചെയിനും 2 ബീറ്റ ചെയിനും ആണെങ്കിൽ ദാറ്റ് ഈസ് HbA or HbA1. നമ്മൾ നോർമലി നമുക്ക് നമ്മുടെ ബോഡിയിൽ കാണുന്ന HbA എന്ന് പറയുന്നത് ഈ HbA1 നോർമൽ അഡൽട്ട് HbA ഏതാന്ന് നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ 90 to 97% കാണുന്നത് ഏതാണ്, ഈ HbA അല്ലെങ്കിൽ HbA1 ആണ്. A1 എന്നുള്ള രീതിയിലും പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, ഇനി HbA2 നമ്മുടെ ക്വസ്റ്റ്യൻ അതായിരുന്നു, അതിന്നാണ് നമ്മൾ ഇവിടേക്ക് എത്തിയത്. ഓക്കെ, HbA2 എന്ന് പറയുമ്പോൾ അതിലെങ്ങനെയാ ആൽഫ ടു ഡെൽറ്റ ടു. അവിടെ ഉണ്ടാകുന്ന ഗ്ലോബിൻ ചെയിൻ എന്ന് പറയുന്നത് 2 ആൽഫ ചെയിനും 2 ഡെൽറ്റ ചെയിനുമാണ്, ബീറ്റ ചെയിൻ അല്ല വരുന്നത്. ഓക്കെ, നോർമൽ അഡൽട്ടിലാണ് ഈ ബീറ്റ ചെയിൻ വരുന്നത്. HbA2ന്റെ കേസിലാണെങ്കിൽ അവിടെ ഡെൽറ്റ ടു ആണ് വരുന്നത്. ഒരു 1 to 5% ഒക്കെ ആയിരിക്കും ഈ HbA2 ഉണ്ടാവുക. പക്ഷെ അതിന്റെ നമ്പർ കൂടുന്ന കേസ് ഉണ്ട്. HbA2 കൂടുന്ന കേസാണ് ഈ താലസീമിയ ട്രേറ്റ് അല്ലെങ്കിൽ താലസീമിയ ട്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, താലസീമിയന്റെ കേസിൽ ഈ HbA2 എന്താവും, കൂടും, ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പൊ ഇന്നിപ്പോ ചോദിച്ചത് HbA2ന്റെ കോമ്പോസിഷൻ ആണെങ്കിൽ ചിലപ്പോൾ ഇത് ഏത് കണ്ടീഷനിലാണ് ഇൻക്രീസ് ചെയ്യുന്നതെന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി അടുത്തതാണ് HbF. HbF പഠിച്ചു വെക്കാൻ എളുപ്പമാണ്. F മീൻസ് ഫീറ്റൽ. അപ്പൊ എവിടെയായിരിക്കും കാണുന്നത്, ഫീറ്റൽ ലൈഫിൽ പ്രിഡോമിനന്റ് ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ ആണ് HbF എന്ന് പറയുന്നത്. അതിന്റെ കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ ആൽഫ ടു ഗാമ ടു ആണ്. 2 ആൽഫ ചെയിനും 2 ഗാമ ചെയിനുമാണ് ഇവിടെ വരുന്നത് HbFൽ വരുന്നത്. Fൽ വരുന്നത് ഗാമ ചെയിൻ, A2ല് വരുന്നത് ഡെൽറ്റ ചെയിൻ. ഓക്കെ, ഏകദേശം നമ്മുടെ നോർമൽ കേസിൽ ഒരു 0 to 2% ഉണ്ടാവുള്ളൂ. ഇത് കൂടുന്നത് ഫീറ്റൽ ലൈഫിലും കൂടുന്നുണ്ട്, അതുപോലെ ബീറ്റ താലസീമിയ സിൻഡ്രത്തിലും ഇത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഈ HbF ഇൻക്രീസ് ചെയ്യുന്നത്. ബീറ്റ താലസീമിയ സിൻഡ്രത്തിലും HbF ഇൻക്രീസ് ചെയ്യുന്നത്. മറ്റൊരു ഫോം ആണ് HbA1c. അത് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. HbA1c എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ആയിട്ടുള്ള ആൽഫയും ബീറ്റയും തന്നെ ആയിരിക്കും. പക്ഷെ ആൽഫ ടു ബീറ്റന്റെ കൂടെ നമ്മൾ ഗ്ലൂക്കോസ് വന്ന് അഡീഷണലി എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിന്റെ എൻ ടെർമിനലില് ഈ ഗ്ലൂക്കോസ് വന്നിട്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ HbA1c എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ HbA1 എങ്ങനെയാ, ആൽഫ ടു ബീറ്റ ടു അല്ലേ. പക്ഷെ ഇവിടെ എങ്ങനെയായിരിക്കും, അതിന്റെ എൻ ടെർമിനലിലേക്ക് ആര് വന്നിട്ടുണ്ടാവും, ഗ്ലൂക്കോസ് വന്നിട്ടുണ്ടാവും. സോ ഇത് എപ്പോഴാണ് നമുക്കറിയാം HbA1c എപ്പോഴാണ് കൂടുന്നത്, യെസ്, അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റീസിന്റെ കേസിലാണല്ലേ. നമ്മൾ ഡയബറ്റീസിന്റെ കേസിൽ ഗ്ലൂക്കോസ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്, അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് HbA1cന്റെ ടെസ്റ്റ് ചെയ്യാറുള്ളത്. ഏകദേശം ഒരു 6 month ഡ്യൂറേഷനിലേക്കുള്ള HB അല്ലെങ്കിൽ എങ്ങനെയാണ് വേരിയേഷൻ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ HbA1c ചെയ്യാറുള്ളത്. കാരണം ഈ ഒരു HB വന്ന് RBCന്റെ അല്ലെങ്കിൽ ഹീമോഗ്ലോബിനിലേക്ക് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 120 days ആണ് നമ്മൾ RBCന്റെ ലൈഫ് സ്പാൻ വരുന്നത്. അപ്പൊ അത്രയും കാലം അത് അങ്ങനെ ബൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു മാസത്തിൽ അല്ലെങ്കിൽ ആ ഒരു 3 മാസത്തിൽ നമുക്കൊരു എന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്ലൂക്കോസിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. സോ അപ്പൊ ഇത്രയും ഫോംസ് ആണ് നമുക്ക് മെയിൻലി പഠിക്കാനുള്ളത്. HbA1 എന്ന് പറയുമ്പോൾ ആൽഫ ടു ബീറ്റ ടു ആണ്. HbA2 എന്ന് പറയുമ്പോൾ ആൽഫ ടു ഡെൽറ്റ ടു ആണ്. HbF എന്ന് പറയുമ്പോൾ ആൽഫ ടു ഗാമ ടു ആണ്. HbA1c എന്ന് പറയുമ്പോൾ ആൽഫ ബീറ്റ, അതിലേക്ക് നമ്മൾ എൻ ടെർമിനലിലേക്ക് ഗ്ലൂക്കോസ് വന്ന് ബൈൻഡ് ചെയ്തതുമാണ്. ഓരോന്ന് ഇൻക്രീസ് ചെയ്യുന്ന കണ്ടീഷനും നോർമലി ഏതാണ് കാണുന്നതും എന്നൊക്കെ ഉള്ളത് ഓർത്ത് വെക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് ഡെറിവേറ്റീവ്സ് ആണ്. ഡെറിവേറ്റീവ്സ് എന്ന് പറയുമ്പോൾ HB വേറെ എന്തെങ്കിലും ആയിട്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ടാവുന്ന ഫോംസുകളാണ്. ഇത് മറ്റേത് നമ്മൾ പറഞ്ഞത് HBന്റെ ഫോംസുകളായിരുന്നു. ഇത് നമുക്ക് അതിന്റെ ഡെറിവേറ്റീവ്സ് ആണ് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. പേരിൽ തന്നെ ഉണ്ട് അല്ലെ, ഡെറിവേറ്റീവ്സ് പഠിക്കാൻ നമുക്ക് എളുപ്പമാണ്. ഓക്സി എന്ന് പറയുമ്പോൾ ഹീമോഗ്ലോബിൻ ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്ത് അതെന്തായി, ഓക്സി ഹീമോഗ്ലോബിൻ ആയിട്ട് മാറി. ഓക്കെ, HbO2 എന്ന് പറയുന്നത് അവിടെ അയേൺ ഫെറസ് സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കും. കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെ ഹീമില്
അയൺ എന്ന് പറയുന്നത് ഫെറസ് സ്റ്റേറ്റിലാണെന്ന്. അതേപോലെ തന്നെ അയൺ ഇവിടെ ഫെറസ് സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കും എന്ത്, ഈ ഓക്സി ഹിമോഗ്ലോബിന്റെ കേസിൽ ദാറ്റ് ക്യാരീസ് ഓക്സിജൻ ഫ്രം ലങ് ടു ടിഷ്യൂ. ഓക്സി ഹിമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ ബോഡിയിൽ ലങ്സിൽ ഓക്സിജൻ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ഹീമോഗ്ലോബിൻ ഈ ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് നമ്മളെ ടിഷ്യൂസിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. സോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്സി ഹിമോഗ്ലോബിൻ എന്ന് പറയുമ്പോൾ ഹീമോഗ്ലോബിൻ ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്തതിനെയാണ് ഓക്സിജൻ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഈ ഓക്സി ഹീമോഗ്ലോബിനെ ലങ്സിന്ന് ടിഷ്യൂസിലേക്കാണ് ഇവര് കൊണ്ടുപോകുന്നത്. നെക്സ്റ്റ് വൺ ആണ് മെത്ത് ഹീമോഗ്ലോബിൻ. മെത്ത് ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ ഹീമോഗ്ലോബിൻ സയനൈഡുമായിട്ടാണ് ബൈൻഡ് ചെയ്യുന്നതെങ്കിൽ അതാണ് മെത്ത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഓക്സിജൻ എന്തുമായിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്, സയനൈഡുമായിട്ട്. പക്ഷേ അയൺ അവിടെ ഫെറിക് സ്റ്റേറ്റിലായിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞ നോർമൽ HBന്റെ കേസിൽ അയൺ ഫെറസ് സ്റ്റേറ്റിലാണ്, ഓക്സി ഹീമോഗ്ലോബിന്റെ കേസിലാണെങ്കിലും അയൺ ഫെറസ് സ്റ്റേറ്റിലാണ്. പക്ഷെ ഇവിടെ മെത്ത് ഹീമോഗ്ലോബിന്റെ കേസിൽ എന്തായി, അയൺ അവിടെ ഫെറിക് സ്റ്റേറ്റിൽ ഓക്സിഡൈസ് ചെയ്ത് ഫെറിക് സ്റ്റേറ്റിലേക്ക് മാറി. അപ്പൊ ഇങ്ങനെ ആയിക്കഴിഞ്ഞാല് they cannot bind the oxygen efficiently. They excess amount cause hypoxia. അതായത് നമുക്ക് എന്താവില്ല, ഓക്സിജൻ ആയിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. മെത്ത് ഹിമോഗ്ലോബിൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഓക്സിജൻ ആയിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്തുണ്ടാവും, നമ്മുടെ ടിഷ്യൂസിന് ഓക്സിജൻ കിട്ടുമോ, ഇല്ല. ഹീമോഗ്ലോബിൻ എല്ലാം മെത്ത് ഹിമോഗ്ലോബിൻ ആയി കഴിഞ്ഞാൽ പിന്നെ അവർ ഓക്സിജൻ ആയിട്ട് ബൈൻഡ് ചെയ്യില്ല. അതായത് ഓക്സിജന്റെ ട്രാൻസ്പോർട്ട് നടക്കില്ല, ടിഷ്യൂസിൽ ഓക്സിജന്റെ കുറവുണ്ടായിട്ട് ഹൈപ്പോക്സിയ എന്നുള്ള കണ്ടീഷൻസ് ഉണ്ടാവും. അതാണ് അവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി അടുത്തത് കാർബമിനോ ഹിമോഗ്ലോബിൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാർബോക്സി ഹിമോഗ്ലോബിനും കാർബമിനോ ഹിമോഗ്ലോബിൻ. നമ്മൾ സാധാരണ നമ്മളെ മൈൻഡിൽ വരാ എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കാർബോക്സി ഹിമോഗ്ലോബിന് എന്നുള്ള രീതിയിലാണ്. അങ്ങനെയല്ല, HB ബൈൻഡ് ചെയ്തിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡും ആണെങ്കിൽ അത് കാർബമിനോ ഹിമോഗ്ലോബിൻ ആണ്, കാർബോക്സി ഹിമോഗ്ലോബിൻ അല്ല. HB ബൈൻഡ് ചെയ്തിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ടാണെങ്കിൽ അത് കാർബമിനോ ഹിമോഗ്ലോബിൻ, അതൊരു നോർമൽ ആയിട്ടുള്ള ഹിമോഗ്ലോബിൻ ആണ്. കാരണം എന്താണ്, നമുക്കറിയാം ടിഷ്യൂസിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ നമുക്ക് ലങ്സിലേക്ക് എത്തിക്കണമെങ്കിൽ HB ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് ബൈൻഡ് ചെയ്യണം, എന്നാലേ അത് ടിഷ്യൂസിന്ന് ലങ്ങിലേക്ക് എത്തുള്ളൂ. അപ്പൊ അത് നോർമലി ഉള്ള ഒരു ഹിമോഗ്ലോബിൻ ആണ്. സോ അത് കാർബമിനോ ഹിമോഗ്ലോബിൻ ആണ്. അത് ട്രാൻസ്പോർട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ടിഷ്യൂസ് ടു ലങ് ആണ് വരുന്നത്. എന്നാൽ കാർബോക്സി ഹിമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, യെസ്, HB ബൈൻഡ് ചെയ്യുന്നത് അവിടെ കാർബൺ മോണോക്സൈഡും ആയിട്ടാണ്, കാർബൺ ഡയോക്സൈഡും ആയിട്ടല്ല, കാർബൺ മോണോക്സൈഡും ആയിട്ടാണ് ബൈൻഡ് ചെയ്തതെങ്കിലാണ് അവിടെ കാർബോക്സി ഹീമോഗ്ലോബിൻ ആയിട്ട് മാറുന്നത്. ഓക്കെ, സോ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഈ കാർബൺ മോണോക്സൈഡിന്റെ പോയിസണിങ് ഒക്കെ നടക്കുമ്പോൾ ഈ കാർബൺ മോണോക്സൈഡിന് നമ്മൾ ഓക്സിജനേക്കാളും എഫിനിറ്റി കൂടുതലാണ് ഈ HB ആയിട്ട് ബൈൻഡ് ചെയ്യാൻ. നമ്മൾ കാർബൺ മോണോക്സൈഡിന്റെ പോയിസണിങ് നമുക്ക് നടന്നു കഴിഞ്ഞാൽ ഓക്സിജൻ ഉണ്ടെങ്കിലും 200+ ടൈംസ് എഫിനിറ്റി കൂടുതലാണ് HB ആയിട്ട് ഓക്സിജനേക്കാളും. അപ്പോൾ ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്യാണ്ട് ഇവർ പോയി കാർബൺ മോണോക്സൈഡുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഓക്സിജന്റെ ട്രാൻസ്പോർട്ട് നടക്കില്ല. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹൈപ്പോക്സിയ എന്നുള്ള കണ്ടീഷനിലേക്ക് പോകും. അപ്പൊ ഇതൊരു നോർമൽ കേസ് അല്ല, ഇതൊരു അബ്നോർമൽ കേസ് ആണ്. കാർബൺ മോണോക്സൈഡ് പോയിസണിങ്ങിലൊക്കെയാണ് ഈ കാർബോക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്തത്. ഇനി അടുത്തതാണ് സൾഫ് ഹീമോഗ്ലോബിൻ. പേരിൽ തന്നെയുണ്ട് അല്ലെ, എന്താണ്, ഹൈഡ്രജൻ H2S ആയിട്ട് ഫോം ചെയ്താലാണ് നമുക്ക് സൾഫ് ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നത്. ഇപ്പോ നമ്മൾ ഈ സൾഫണാമൈഡ് ഒക്കെ എടുക്കുന്ന സമയത്താണ് ഈ സൾഫ് ഹീമോഗ്ലോബിൻ ഉണ്ടാവുക. HB + H2S ആയിട്ട് ഫോം ചെയ്താലാണ് നമുക്ക് എന്ത് വരുന്നത്, സൾഫ് ഹീമോഗ്ലോബിന്റെ ഫോർമേഷൻസ് വരുന്നത്. പിന്നെ അടുത്തത് ഗ്ലൈക്കേറ്റഡ് ഹീമോ. ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞ HB ഗ്ലൂക്കോസുമായിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഗ്ലൈക്കേറ്റഡ് ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ N terminal of valine attached to that terminal valaiലേക്കാണ് അറ്റാച്ച് ചെയ്യുന്നത്. സോ അപ്പൊ നമുക്ക് എന്തുണ്ടാവും, ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻസ് ഫോം ചെയ്യും. അതും വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, HB + ഗ്ലൂക്കോസ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു ഡെറിവേറ്റീവ് ആയിട്ട് പറഞ്ഞൂടെ, ഒന്നും കൂടെ ആഡ് ചെയ്തിട്ടല്ലേ വരുന്നത് ഇത്. സോ അപ്പൊ നമുക്ക് എന്ത് പറയാം, ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറയാം. ഇതാണ് നമുക്ക് അതിന്റെ ഡെറിവേറ്റീവിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Fetal hemoglobin in RBC can be demonstrated using
ഓപ്ഷൻ എ JSB strain, ഓപ്ഷൻ ബി പാസ് strain, ഓപ്ഷൻ സി Clahor acid elution method, ഓപ്ഷൻ ഡി tartarate resistant acid phosphatase. HbF അതായത് ഫീറ്റൽ ഹീമോഗ്ലോബിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യാറുള്ളത്? ഫീറ്റൽ ഹീമോഗ്ലോബിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ക്ലേഹോർ ആസിഡ് എലൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് ഈ ഫീറ്റൽ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടു അല്ലെ, അതായത് HbF ആണ് ഫീറ്റൽ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഈ HbF എങ്ങനെയായിരുന്നു വരുന്നത്? അതിന്റെ ഗ്ലോബിൻ ചെയിൻ എങ്ങനെയായിരുന്നു? ആൽഫ 2 അതുപോലെ തന്നെ ഗാമ 2 എന്നതായിരുന്നു HbFന്റെ ഈ ഒരു ഗ്ലോബിൻ ചെയിൻ അല്ലെങ്കിൽ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈ HbF എവിടെയാ വരുന്നത്? യെസ്, ഫീറ്റസിന്റെ കേസിലാണ് ഈ HbF വരുന്നത് അല്ലെ. ഈ ഫീറ്റസിന്റെ കേസിൽ നമ്മൾ HbAനേക്കാളും ഈ ഒരു ഫീറ്റസും അതുപോലെ ഏകദേശം ഒരു ന്യൂ ബോൺസ് 6 months വരെയൊക്കെ നമുക്ക് ഈ ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ മെയിൻലി നടക്കുന്നത് ഈ HbF ആയിട്ട് കമ്പൈൻ ചെയ്തിട്ടായിരിക്കും. ഈ ഓക്സിജൻ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു ലാസ്റ്റ് 6 months ഓഫ് ഫീറ്റൽ ലൈഫിന്റെ ലാസ്റ്റ് ഒരു 6 months അല്ലെങ്കിൽ 7 months അതുപോലെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അതായത് ന്യൂ ബോൺ ആയതിനു ശേഷം ഒരു 6 months മെയിൻ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ HbA1നേക്കാളും ആരായിരിക്കും? HbA2 ആയിരിക്കും. സത്യം പറഞ്ഞാൽ ഏകദേശം ഒരു 2 year വരെ അവിടെ കംപ്ലീറ്റ്ലി നമ്മുടെ അഡൽട്ട് ഹീമോഗ്ലോബിന് ഈ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യും. കംപ്ലീറ്റ്ലി അതൊന്ന് സ്വിച്ച് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 2 year വരെ ആവണം. ഓക്കെ, എന്താണ് ഈ HbFന്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം HbFന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ന്യൂ ബോൺസിന്റെ കേസിലും അതുപോലെ തന്നെ ഫീറ്റൽ ലൈഫിലും ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ അതായത് നമ്മുടെ മദറിന്റെ ഫീറ്റൽ ലൈഫിലാണെങ്കിൽ ട്രാൻസ്ഫർ ഓക്സിജൻ ഫ്രം മദർ ടു ബേബി ആണ് അല്ലെ. മദറിന് നമ്മളുടെ ബേബിന്റെ ഉള്ളിലേക്കാണ് ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ വരുന്നത്. അപ്പൊ മദറിന്റെ ഓക്സിജന് ബേബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് എന്ത് ഈ ഒരു HbFന്റെ ഫംഗ്ഷൻ വരുന്നത്. സോ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? HB നമ്മൾ ഓൾറെഡി പറഞ്ഞു ആൽഫ 2 ഗാമ 2 എന്നുള്ളതായിരിക്കും. HbA1 ആയിട്ട് ഇത് HbA ആയിട്ട് കൺവേർട്ട് ചെയ്യല്ല ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മള് ഡൗട്ടിലുണ്ടാവും, ഇപ്പൊ ഒരു 2 വർഷം അല്ലെങ്കിൽ അഡൽട്ട് ആകുമ്പോഴേക്ക് ഈ HbF ഒക്കെ HbA ആയിട്ട് മാറുകയാണെങ്കിൽ കൺവേർഷൻ അല്ല, ഇത് രണ്ടും HbA വേറെയും HbF വേറെയും തന്നെയാണ് വരുന്നത്. ഇനി HbF കൂടുന്ന കുറച്ച് കണ്ടീഷൻസ് നോട്ട് ചെയ്ത് വെച്ചോളൂ. HbF ഇൻക്രീസ് ചെയ്യുന്ന കണ്ടീഷൻസ് ആണ് നമ്മളെ താലസീമിയ, അതായത് ഹെറിഡിറ്ററി പെർസിസ്റ്റൻസ് ഓഫ് ഫീറ്റൽ ഹീമോഗ്ലോബിൻ എന്ന് ചോദിക്കാം. അതായത് ഹെറിഡിറ്ററി ആയിട്ട് നമുക്കറിയാലോ HbF പോകും കുറച്ചു കാലം കഴിയുമ്പോൾ ന്യൂ ബോൺ സ്റ്റേജ് കഴിഞ്ഞാൽ HbF നമ്മളുടെ ബോഡിയിൽ നിന്ന് പോകും. പക്ഷെ ഹെറിഡിറ്ററി ആയത് അത് ആ HbF പെർസിസ്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് താലസീമിയ എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഓർത്ത് വെച്ചോളൂ, താലസീമിയ എന്ന് പറഞ്ഞാല് ഹെറിഡിറ്ററി പെർസിസ്റ്റൻസ് ഓഫ് HbF ആണ്. അതുപോലെ തന്നെ നമ്മൾ സിക്കിൾ സെൽ അനീമിയന്റെ കേസിലും അതുപോലെ നമുക്ക് അപ്ലാസ്റ്റിക് അനീമിയന്റെ കേസില് നമ്മളെ PNHന്റെ കേസില് മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിലൊക്കെ ചിലപ്പോൾ HbF എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യാറുണ്ട്. നോട്ട് ചെയ്ത് വെച്ച് മെയിൻലി നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഹെറിഡിറ്ററി ആയിട്ട് HbF പെർസിസ്റ്റന്റ് ആവുന്നത് താലസീമിയന്റെ കേസിലാണ്. അതുപോലെ സിക്കിൾ സെൽ, അപ്ലാസ്റ്റിക്, PNH, മെഗാലോബ്ലാസ്റ്റിക് ഈ കേസിലൊക്കെ ചിലപ്പോൾ എന്താവാം? HbF ഇൻക്രീസ് ചെയ്യാമെന്നുള്ളത്. നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് മെയിൻലി എന്താന്ന് പറഞ്ഞാൽ HbFന്റെ കുറച്ച് ഡിറ്റക്ഷൻ മെത്തേഡ്സുകളാണ് ഇവിടെ പഠിക്കാനുള്ളത്. 1-2 മെത്തേഡ് ഉണ്ട്. അതിൽ വരുന്നതാണ് ഒന്ന് ആൽക്കലി ഡീനാച്ചുറേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ആൽക്കലി ഡീനാച്ചുറേഷൻ ടെസ്റ്റ്, അതുപോലെ സിംഗർ മെത്തേഡ്, അതുപോലെ ബെറ്റ്കി ക്ലേഹോർ ആസിഡ് എലൂഷൻ മെത്തേഡ്, ഇതൊക്കെ നമുക്ക് HbFന്റെ ഡിറ്റക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആൽക്കലി ഡീനാച്ചുറേഷൻ ടെസ്റ്റ് ഉണ്ട്, ആസിഡ് എലൂഷൻ ക്ലേഹോർ ആസിഡ് എലൂഷൻ ടെസ്റ്റ് ഉണ്ട്, സിംഗർ മെത്തേഡ്. ആൽക്കലി ഡീനാച്ചുറേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാല് സത്യം പറഞ്ഞാൽ നമ്മൾ HbFന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ദാറ്റ് റെസിസ്റ്റന്റ് ടു ആൽക്കലി ഡീനാച്ചുറേഷൻ. ആൽക്കലി വെച്ച് നമുക്ക് അതിനെ
ഡീനാച്ചുർ ചെയ്യുന്നതിന് അത് റെസിസ്റ്റൻസ് കാണിക്കും. നമ്മൾ നോർമൽ ആയിട്ടുള്ള HB എന്താണ്, ആൽക്കലി വെച്ച് ഡീനാച്ചുർ ചെയ്താൽ അത് ഡീനാച്ചുർഡ് ആയിപ്പോവും. പക്ഷേ HbF-നെ നമുക്ക് ആൽക്കലി വെച്ച് ഡീനാച്ചുറേഷൻ ചെയ്യാൻ പറ്റില്ല. That differentiate the fetal blood form of maternal blood based on resistance of alkali denaturation. Alkali denaturation അത് റെസിസ്റ്റൻസ് കാണിക്കും എന്നുള്ള HbF-ന്റെ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ സാമ്പിള് ഇപ്പോ നമുക്ക് എന്തിനാ ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാല് ഈ ഫീറ്റൽ ഹീമോഗ്ലോബിൻ ബ്ലഡ് ന്യൂ ബോൺസിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് നിയോനാറ്റൽ ബ്ലീഡിങ്, അതുപോലെ തന്നെ സസ്പെക്റ്റഡ് വജൈനൽ ബ്ലീഡിങ് ഒക്കെ വരുന്ന സമയത്ത്, അതായത് കുട്ടി അമ്മന്റെ ബോഡിയിലായിരിക്കുന്ന സമയത്ത് നമുക്ക് ബ്ലീഡിങ് വരുമ്പോൾ അത് അമ്മയ്ക്ക് വരുന്ന ബ്ലീഡിങ് ആണോ ഇന്റേണൽ കുട്ടീന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ബ്ലീഡിങ് ആണോ എന്ന് അറിയണം. അപ്പൊ കുട്ടീന്റെ ഉള്ളിൽ വരുന്ന ബ്ലീഡിങ് ആണെങ്കിൽ നമുക്ക് HbF ഉണ്ടോ നോക്കിയാൽ പോരെ. അപ്പൊ അങ്ങനെ ജസ്റ്റ് HbF-ന്റെ പ്രസൻസ് ഉണ്ടോ കൂടുതലായിട്ട്, അല്ലെങ്കിൽ അമ്മന്റെ ബ്ലഡ് ആണോ ബ്ലീഡിംഗ് ആയിട്ട് വരുന്നത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ ഈ ഒരു മെത്തേഡ് ആൽക്കലി ഡീനാച്ചുറേഷൻ ടെസ്റ്റ് ചെയ്യാറുള്ളത്. നമുക്ക് ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് ഫീറ്റൽ ഓർ മെറ്റേണൽ ബ്ലഡ് ആണോ ഉള്ളത് ഇൻ കേസ് ഓഫ് നിയോനാറ്റൽ ബ്ലീഡിങ് അല്ലെങ്കിൽ മെറ്റേണൽ ഫീറ്റൽ ഹെമറേജിന്റെ കേസിലൊക്കെ. നമ്മൾ അവിടെ എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോ കുട്ടിന്റെ ബ്ലീഡിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റൂളോ വോമിറ്റ്സോ, അല്ലെങ്കിൽ നമ്മളെ മെറ്റേണൽ ബ്ലീഡിംഗ് ആണെങ്കിൽ നമുക്ക് വജൈനൽ ബ്ലഡ് എടുക്കാം. അതിലേക്ക് നമ്മൾ ആൽക്കലി ഡീനാച്ചുറേഷൻ ആണ്. അപ്പൊ ആൽക്കലി ആയിട്ട് NOH ആഡ് ചെയ്യും. NOH ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പിങ്ക് കളർ ആണെങ്കിൽ ദാറ്റ് റെസിസ്റ്റന്റ് ടു ആൽക്കലി. പിങ്ക് കളർ ആണെങ്കിൽ അത് HbF ആണ്. എന്നാൽ ബ്രൗൺ കളർ ആണെങ്കിൽ അവിടെ ഉദ്ദേശിക്കുന്നത് HB ഡീനാച്ചുർ ആയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമുക്കറിയാം, അത് ബ്രൗൺ കളറിലേക്ക് മാറും. സോ അപ്പൊ അതെന്താണ്, HbA ആണ്. കാരണം HbA ആണ് ഡീനാച്ചുർ ആയി പോകുന്നത്. HbF ആണെങ്കിൽ ഡീനാച്ചുർ ആവാണ്ട് തന്നെ കിടക്കും. അപ്പൊ ഏത് കളർ ആയിരിക്കും, പിങ്ക് കളറിൽ തന്നെ കിടക്കും. സോ പിങ്ക് കളർ ആണെങ്കിൽ നമുക്ക് F-ഉം, ബ്രൗൺ കളർ ആണെങ്കിൽ HbA-യും ആണ് കൂടുതലുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് ഡിഫറൻഷിയേഷൻ പർപ്പസിനാണ്. റാപ്പിഡ് ആയിട്ടുള്ള സിമ്പിൾ ടെക്നിക് ആണ്. പക്ഷെ അത്രത്തോളം ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് ഒന്നും അല്ല ഈ ഒരു ആസിഡ് എലൂഷൻ ടെസ്റ്റ്. ജസ്റ്റ് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാന്നുള്ള പർപ്പസിന് മാത്രമാണ്. എന്നാൽ സിംഗർ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കെമിക്കൽ ഡീനാച്ചുറേഷൻ മെത്തേഡ് ആണ് കേട്ടോ. HbF കോൺസെൻട്രേഷൻ നമ്മൾ കെമിക്കൽ യൂസ് ചെയ്ത് ഡീനാച്ചുർ ചെയ്യുന്ന മെത്തേഡാണ് HbF എന്ന് പറയുന്നത്. സോ നമ്മൾ അത് യൂസ് ചെയ്തത് ക്വാണ്ടിറ്റേറ്റീവ് എക്സാമിനേഷൻ ഓഫ്. അപ്പം ഹീമോഗ്ലോബിൻ ഡിസോർഡർ ഒക്കെ ഉള്ള, അതുപോലെ താലസിമിയ ഒക്കെ ഉള്ള കേസിൽ നമുക്ക് എത്ര ക്വാണ്ടിറ്റി അറിയാം. മറ്റേ ഇന്റേണൽ ബ്ലീഡിങ്ങിന്റെ കേസിൽ HbA ഓർ HbF എന്ന് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. പക്ഷെ താലസീമിയന്റെ കേസാണ്, അല്ലെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ട് ഇത് HbF നമ്മുടെ ബോഡിയിൽ 2 വയസ്സ് കഴിഞ്ഞിട്ട് കുറേ തന്നെ ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഡിറ്റക്ട് ചെയ്യേണ്ടി വരും. ആ ഒരു മെത്തേഡിനൊക്കെ നമുക്ക് സിംഗർ മെത്തേഡ് യൂസ് ചെയ്യാം. അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബ്ലഡ് സാമ്പിള് ഈ ഡീനാച്ചുറിങ് ഏജന്റുമായിട്ട് ട്രീറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, HbF-ന്റെ കോൺസെൻട്രേഷൻ മെഷേർഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ ടോട്ടൽ ആയിട്ടുള്ള അതിന്റെ എമൗണ്ടുമായിട്ട് കമ്പയർ ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. സോ ഇതാണ് നമുക്ക് സിംഗർ മെത്തേഡിൽ വരുന്നത്. അവിടെ നമുക്ക് ക്വാണ്ടിറ്റി ഡിറ്റക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു പോസിറ്റീവ് ആണ്, മറ്റേതിന്റെ മാതിരിയല്ല. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ഈ ബെറ്റ്കി ആസിഡ് എലൂഷൻ. പേരിൽ തന്നെ ഉണ്ട്, അവിടെ നമ്മൾ ആസിഡ് വെച്ച് ഡീനാച്ചുറൽ അല്ലെങ്കിൽ ആസിഡ് എലൂഷൻ ആണ് നോക്കുന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ HbF നമ്മൾ ആൽക്കലി ഡീനാച്ചുറേഷനിൽ റെസിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഫീറ്റൽ ഹീമോഗ്ലോബിൻ ആസിഡ് റെസിസ്റ്റൻസും കാണിക്കും. ഫീറ്റൽ ഹീമോഗ്ലോബിൻ ആസിഡ് യൂസ് ചെയ്ത് ഡീനാച്ചുർ ചെയ്താലും നമുക്ക് എന്താവില്ല, ഡീനാച്ചുർ ആവില്ല. പക്ഷേ നമ്മൾ അഡൽട്ട് ഹീമോഗ്ലോബിൻ എന്തായിപ്പോ, എല്യൂട്ടഡ് ആയിപ്പോ. നേരത്തെ പറഞ്ഞ അതേ പ്രോപ്പർട്ടി തന്നെ, ആസിഡ് ആൽക്കലൈൻ ചെയ്യുന്ന അതേപോലെ തന്നെ ആസിഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനെ ഡീനാച്ചുർ ചെയ്യാൻ പറ്റില്ല. ആരെ, HbF-നെ. പക്ഷെ HbA ആണെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആസിഡ് യൂസ് ചെയ്താൽ അത് എല്യൂട്ടഡ് ആയിപ്പോ. ആ ഒരു മെത്തേഡാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് നമ്മൾ ഇത് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട്, ഈ എന്താണ് ബെറ്റ്കി ആസിഡ് എലൂഷൻ ടെസ്റ്റ് നമ്മൾ എന്തിനാ ചെയ്യാന്നുള്ള ഒരു പർപ്പസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ അതിന്റെ ആൻസർ. ദാറ്റ് ഐഡന്റിഫൈ ആൻഡ് ക്വാണ്ടിഫൈ ഫീറ്റൽ സെൽസ് ഇൻ മെറ്റേണൽ സർക്കുലേഷൻ. മെറ്റേണൽ സർക്കുലേഷനിൽ ഫീറ്റൽ ഹീമോഗ്ലോബിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ചെയ്യാറ്. അതായത്
നമുക്ക് ഈ ഫീറ്റോ മെറ്റേണൽ ഹെമറേജ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഫീറ്റൽ ബ്ലഡിലല്ല, നമ്മൾ മെറ്റേണൽ ബ്ലഡില് ഫീറ്റൽ ഹീമോഗ്ലോബിനെ ക്വാണ്ടിറ്റിഫൈ ചെയ്യാനാണ്. സാധാരണ കുട്ടിന്റെ ബ്ലഡിലല്ല നമ്മൾ നോക്കുന്നത്, അമ്മന്റെ ബ്ലഡില് ഈ കുട്ടിന്റെ ബ്ലഡ് ഹെമറേജ് വന്നിട്ട് മിക്സ് ആയിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറില്ല, ഈ ഒരു മെത്തേഡ് ചെയ്യാറില്ല. ആ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം, കാരണം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ നമുക്ക് പല ക്വസ്റ്റ്യൻസും ഇത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. എല്ലാ ക്വസ്റ്റ്യനും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ 1000ഓളം ക്വസ്റ്റ്യൻസ് നമ്മളെ ഹിൻഡിൽ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ജസ്റ്റ് നമുക്കൊരു റീഡിംഗ് പർപ്പസസിന് വേണ്ടിയിട്ട് ഏതൊക്കെ ഒരു ഏരിയ ആണ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്തതെന്ന് നോക്കാൻ വേണ്ടി നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവും. അത് വേണമെങ്കിൽ ഞാൻ നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് 99 റുപ്പീസിന് പർച്ചേസ് ചെയ്യാം. അത് കിൻഡിൽ ആപ്പ് വഴിയാണ് റീഡ് ചെയ്യാൻ പറ്റുക കേട്ടോ, ബുക്കായിട്ടല്ല അവൈലബിൾ ഉള്ളത്, ആപ്പ് വഴി റീഡ് ചെയ്യാൻ. ഇവിടെ എങ്ങനെയാ നമ്മൾ എന്താ ചെയ്യുക? യെസ്, നമ്മള് ആദ്യം ഇവിടെ ബ്ലഡ് സ്മിയർ ആയിട്ട് മിക്സ് ചെയ്യുന്നത്, കാരണം നമുക്ക് അവിടെ കൃത്യമായിട്ട് കൗണ്ട് ചെയ്യണം. മറ്റേലും നമ്മൾ കളർ നോക്കിയിട്ട് മനസ്സിലാക്കിയിരുന്നു, അപ്പം നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല ഈ ആൽക്കലി മീൻസ് ഡീനാച്ചുറേഷൻ മെത്തേഡ്. ഇവിടെ നമുക്ക് കൗണ്ട് ചെയ്യണം, HbF എത്ര ഉണ്ടെന്ന് കൃത്യമായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യണം. അതിന് നമ്മൾ സ്മിയർ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ബ്ലഡ് സ്മിയർ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ അതിന് സിട്രിക് ആസിഡ് ഫോസ്ഫേറ്റേസ് ബഫർ ഉണ്ടാവും, ഒരു 3.3 pH ഉള്ള സിട്രിക് ആസിഡ് ആയിട്ടുള്ള ആസിഡ് ഫോസ്ഫേറ്റേസ് ബഫറിൽ ഇൻക്യുബേറ്റ് ചെയ്യുന്ന സമയത്ത് അഡൽട്ട് ഹീമോഗ്ലോബിൻ എന്തായി പോകും? എല്യൂട്ടഡ് ആയി പോകും. അതിനുശേഷം എന്നിട്ട് നമ്മളെ HbF ഇല്ലേ, അത് അതേപോലെ തന്നെ കിടക്കും, കാരണം ആസിഡ് റെസിസ്റ്റന്റ് ആണല്ലോ. സോ അതിനുശേഷം നമ്മൾ അത് HND സ്റ്റെയിൻ വെച്ചിട്ട് സ്റ്റെയിൻ ചെയ്ത് മൈക്രോസ്കോപ്പിന്റെ അണ്ടറിൽ നോക്കുകയാണ് ചെയ്യുന്നത്. സോ ആ ഒരു സമയത്ത് നമുക്ക് എന്താണ് ഫീറ്റൽ ഹീമോഗ്ലോബിൻസ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കൃത്യമായിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റും. മറ്റേത് എല്യൂട്ടഡ് ആയി പോയിട്ടുണ്ടാവുമല്ലോ. സോ ആ ഒരു മെത്തേഡാണ് ഈ ബെറ്റ്കി ആസിഡ് എലൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. മെറ്റേണൽ ഹീമോഗ്ലോബിനിൽ ഫീറ്റസിന്റെ ബ്ലഡ് മിക്സ് ആയിട്ടുണ്ടോ എന്ന് നോക്കി അതിനെ കൃത്യമായിട്ട് ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സ്മിയർ ഉണ്ടാക്കിയതിന് ശേഷം ആണ് നമ്മൾ അത് ചെയ്യുന്നത്. HbF ആണെങ്കിൽ കറക്റ്റ് കളർ എടുക്കും, HND കളർ എടുക്കും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Which is the internationally recommended method for hemoglobin estimation? Option A, acid hematin method. Option B, oxyhemoglobin method. Option C, alkaline hematin method. Option D, cyan-meth hemoglobin method. ഇതില് ഇന്റർനാഷണലി റെക്കമെൻഡ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് cyan-meth ഹീമോഗ്ലോബിൻ മെത്തേഡ്. നമ്മൾ ഹീമോഗ്ലോബിന്റെ ഡിറ്റർമിനേഷന് വേണ്ടിയിട്ട് ഈ cyan-meth മാത്രമല്ല പല മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ HB ഡിറ്റർമിനേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫസ്റ്റ് മെത്തേഡ് ആണ്, ദാറ്റ് ഈസ് ഫിസിക്കൽ മെത്തേഡ് ഓർ സ്പെസിഫിക് ഗ്രാവിറ്റി മെത്തേഡ് എന്ന് പറയുന്നത്. ഫിസിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഫിസിക്കൽ മെത്തേഡിൽ ഓർ സ്പെസിഫിക് ഗ്രാവിറ്റി മെത്തേഡിൽ നമ്മൾ എന്താണ് ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചാൽ, HBന്റെ കോൺസെൻട്രേഷൻ ബ്ലഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എഫക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം നമ്മളുടെ ബ്ലഡിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് ഈ RBC എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടന്റ് വെയിറ്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ ആണ്. സോ ഹീമോഗ്ലോബിനും നമ്മൾ ബ്ലഡിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് റിലേഷൻസ് ഉണ്ട്. സോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു റോള് നമ്മൾ HBക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ സ്പെസിഫിക് ഗ്രാവിറ്റി ഡിറ്റക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു മെത്തേഡിന് നമ്മൾ യൂസ് ചെയ്യുന്നത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ്. ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1.053 സ്പെസിഫിക് ഗ്രാവിറ്റി ഉള്ള കോപ്പർ സൾഫേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി ഉള്ള കോപ്പർ സൾഫേറ്റ് ഏകദേശം നമ്മുടെ HBന്റെ കോൺസെൻട്രേഷൻ 12.5 gram/dl HBക്ക് ഈക്വൽ ആവുന്നതാണ് പറയുന്നത്. 1.053 സ്പെസിഫിക് ഗ്രാവിറ്റി ഉള്ള കോപ്പർ സൾഫേറ്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഏകദേശം നമ്മുടെ HB ഒരു 12.5 gram HB ഈക്വൽ ആവും എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് ആ ഒരു മെത്തേഡ് ചെയ്യാന്ന് ചോദിച്ചാൽ, നമ്മൾ ബ്ലഡ് സാമ്പിൾ എടുത്തിട്ട് ഏകദേശം ഒരു 1 centimeter ഹൈറ്റിൽ നമ്മൾ ഇപ്പൊ പറഞ്ഞ 1.053 സ്പെസിഫിക് ഗ്രാവിറ്റി ഉള്ള സൊല്യൂഷൻ നമ്മൾ ഡ്രോപ്പ് ചെയ്യും.
ആ ഡ്രോപ്പ് നമ്മൾ സിങ്ക് ചെയ്യുകയാണെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി അതായത് കോപ്പർ സൾഫേറ്റിന്റെ ഡ്രോപ്പ് നമ്മൾ ആ ഒരു ബ്ലഡിലേക്ക് സിങ്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ 12.5 ഗ്രാം HBനേക്കാളും കൂടുതൽ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതൽ HB കോൺസെൻട്രേഷൻ ഉള്ളത് കൊണ്ടാണ് ആ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ സിങ്ക് ചെയ്തത്. ഇനി HBന്റെ കോൺസെൻട്രേഷൻ കുറവാണ്, അതായത് ഒരു 12.5 ഗ്രാമിനേക്കാളും HBന്റെ കോൺസെൻട്രേഷൻ കുറവാണെങ്കിൽ ഈ കോപ്പർ സൾഫേറ്റിന്റെ സൊല്യൂഷൻ സിങ്ക് ചെയ്യാണ്ട്, അതായത് താഴോട്ട് പോവാണ്ട് മുകളിൽ തന്നെ കിടക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാ, ഈ 12.5 ഗ്രാമിനേക്കാളും HB കുറവാണെന്ന് പറയാം. അപ്പൊ ഈ ഒരു 12.5 ഗ്രാം വേണോ വേണ്ടേ അല്ലെ, ആ ഒരു പർപ്പസ് നമ്മൾ എന്തിനായിരുന്നു യൂസ് ചെയ്യാറില്ലേ, നമ്മള് ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് ഡൊണേഷന്റെ സമയത്ത് നമ്മള് നമ്മളെ HBന്റെ കോൺസെൻട്രേഷൻ എത്രയാ പറയാറുള്ളത്, 12.5 ഗ്രാം ആണ്. അപ്പൊ ആ 12.5 ഗ്രാമിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ആൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം, കുറവാണെങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്തൂടെ? യെസ്, ബ്ലഡ് ബാങ്കിൽ നമുക്ക് ഈ ഡൊണേഷൻ പർപ്പസിന് ജസ്റ്റ് ഒരു റിവ്യൂവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ 12.5 ഗ്രാം ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇത് നമുക്ക് കൃത്യമായിട്ട് അത്രയും പ്രിസൈസ് ആയിട്ടുള്ള റിസൾട്ട് ഒന്നും അല്ല കിട്ടുന്നത്, ജസ്റ്റ് ഒരു ക്വാളിറ്റേറ്റീവ് പർപ്പസിന് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഫിസിക്കൽ മെത്തേഡ് ആണ്, അത് സ്പെസിഫിക് ഗ്രാവിറ്റി വെച്ചിട്ടാണ് നമ്മൾ അത് ഡിറ്റക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് കെമിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഡിറ്റക്ട് ചെയ്യുന്നത് അയണിന്റെ കണ്ടന്റ് ആണ്. അയണിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ 1 ഗ്രാം HB എന്ന് പറയുന്നത് 3.47 മില്ലിഗ്രാം അയൺ ആണ്. 1 ഗ്രാം HB എന്ന് പറയുന്നത് 3.47 മില്ലിഗ്രാം അയൺ ആണ്. അപ്പൊ ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കെമിക്കൽ മെത്തേഡിലെ ടോട്ടൽ അയൺ കണ്ടന്റ് ആണ് നമ്മൾ അവിടെ ഡിറ്റക്ട് ചെയ്യുന്നത്. അതിന് വോങ്സ് മെത്തേഡ് എന്നും കൂടി നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ഈ ഒരു പ്രോട്ടീനെ നമ്മൾ ടങ്സ്റ്റിക് ആസിഡ്സ് യൂസ് ചെയ്തിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. പ്രോട്ടീനെ ടങ്സ്റ്റിക് ആസിഡ് യൂസ് ചെയ്തിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ഇതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു സൾഫ്യൂരിക് ആസിഡും പൊട്ടാസ്യം സയനേറ്റും യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു അയണിനെ ഡിറ്റാച്ച് ചെയ്യും. പ്രോട്ടീനെ ടങ്സ്റ്റിക് ആസിഡ് യൂസ് ചെയ്തിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ട് അതിലേക്ക് സൾഫ്യൂരിക് ആസിഡും പൊട്ടാഷ്യം തയോസയനേറ്റും ആഡ് ചെയ്തിട്ട് നമ്മൾ അയണിനെ ഡിറ്റാച്ച് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഈ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന അയണ് ഈ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഈ ഫെറി തയോസയനേറ്റിലായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. അയൺ ഇൻ ദ പ്രോട്ടീൻ ഫ്രീ ഫിൽട്രേറ്റ് ഈസ് മേഡ് ടു ഫോം ഫെറി തയോസയനേറ്റ് ഫോമിലായിരിക്കും. ദാറ്റ് ഫോം പൊട്ടാഷ്യം ഫെറി തയോസയനേറ്റ് ഫോമില്. എന്നിട്ട് നമ്മൾ അത് കളറിമെട്രിക്കലി റീഡ് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, HB കാൽക്കുലേറ്റ് ചെയ്യാണ്. നമ്മൾ പറഞ്ഞു 1 ഗ്രാം ഓഫ് HB 3.47 മില്ലിഗ്രാം ആർക്ക് അയൺ ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ HB എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാല് നമ്മൾ ബ്ലഡ് അയൺ കണ്ടന്റ് നമുക്ക് കിട്ടിയ റിസൾട്ട് ഉണ്ടാവില്ലേ, അയണിന്റെ കണ്ടന്റ് ഡിവൈഡഡ് ബൈ 3.47 ചെയ്താൽ മതി. ടോട്ടൽ എത്ര അയൺ, 1 ഗ്രാം എന്ന് പറഞ്ഞാല് 3.47 അയൺ ആണ്. അപ്പൊ ടോട്ടൽ എത്ര അയൺ ഉണ്ട് നോക്കുക, അതിനോട് 3.47 ഡിവൈഡ് ചെയ്താൽ നമുക്ക് HBന്റെ കോൺസെൻട്രേഷൻ കിട്ടും. ആ ഒരു മെത്തേഡാണ് ഈ കെമിക്കൽ മെത്തേഡിൽ നമ്മൾ അയണിന്റെ കണ്ടന്റ് ആണ് നോക്കുന്നത്. വോങ്സ് മെത്തേഡ് ആണ് 1 ഗ്രാം HB എന്ന് പറഞ്ഞാൽ 3.47 മില്ലിഗ്രാം പെർ DL എന്തിന് ഈക്വൽ ആണ്, അയണിന് ഈക്വൽ ആണ്. സോ ആ ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ അയൺ ആണ് ഡിറ്റക്ട് ചെയ്യുന്നത്. അയണിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ടങ്സ്റ്റിക് ആസിഡ് യൂസ് ചെയ്തിട്ട് പ്രോട്ടീനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ സൾഫ്യൂരിക് ആസിഡും പൊട്ടാസ്യം തയോസയനേറ്റും യൂസ് ചെയ്തിട്ട് അയണിനെ ഡിറ്റാച്ച് ചെയ്യും. ഇപ്പൊ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും, ഫെറി തയോസയനേറ്റ് ആയിരിക്കും. അത് കളറിമെട്രിക്കലി റീഡ് ചെയ്യും. അപ്പൊ നമുക്ക് അയണിന്റെ കോൺസെൻട്രേഷൻ കിട്ടും. അയണിന്റെ കോൺസെൻട്രേഷന് 3.47 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറും കിട്ടും. ഇത് കുറച്ചുകൂടി ഹൈലി ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡാണ്, പക്ഷെ കുറച്ചുകൂടി എന്താണ് ടൈം കൺസ്യൂമിങ് ആണെന്നുള്ളത് ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗ്യാസോമെട്രിക് മെത്തേഡാണ്. ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്സിജൻ ബൈൻഡിങ് കപ്പാസിറ്റി ആണ് നമ്മളവിടെ ഡിറ്റക്ട് ചെയ്യുന്നത്. നമുക്കറിയാലോ ഹീമോഗ്ലോബിന് ഓക്സിജനെ ബൈൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിന്റെ ആ ഒരു കപ്പാസിറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഗ്യാസോമെട്രിക് മെത്തേഡിൽ ഡിറ്റക്ട് ചെയ്യുന്നത്. അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ ഓക്സിജൻ ബൈൻഡിങ് കപ്പാസിറ്റി, അതായത് 1 ഗ്രാം ഓഫ് HBക്ക് 1 ഗ്രാം ഓഫ് HBക്ക് 1.34 ml ഓക്സിജൻ ആയിട്ടുള്ള ബൈൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്.
1 gram ഓഫ് HBക്ക് 1.34 ml ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ ആ ഒരു മെത്തേഡിൽ നമ്മൾ ആ ഒരു പ്രോപ്പർട്ടി ആണ് എന്ത് ചെയ്യുന്നത്, ഡിറ്റക്ട് ചെയ്യുന്നത്. നമ്മൾ ആ ഓക്സിജൻ ആദ്യം എന്താ പറയാ ഡിഓക്സിജനേഷൻ ചെയ്തിട്ട് ഓക്സിജൻ കൊടുത്തിട്ട് എത്രത്തോളം HB ഓക്സിജനായിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ള ഇതാണ് നോക്കുന്നത്. അവിടെ നമ്മൾ ഈ വാൻ സ്ലൈക്കി അപ്പാരറ്റസ് എന്ന് പറഞ്ഞ ഒരു അപ്പാരറ്റസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഓക്സിജൻ ബൈൻഡിങ് മെഷർ ചെയ്യുന്നത് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഈ ഒരു അപ്പാരറ്റസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓക്സിജൻ ബൈൻഡിങ് എത്രത്തോളം ഹീമോഗ്ലോബിൻ ഓക്സിജനായിട്ട് ബൈൻഡ് ചെയ്യുന്നുള്ളത് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാൽക്കുലേഷൻ യൂസ് ചെയ്തൂടെ. അപ്പോൾ ഓക്സിജൻ എത്രയായിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബൈ 1.34 നമ്മുടെ കയ്യിൽ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കിട്ടി. സോ അത് കിട്ടിക്കഴിഞ്ഞാൽ 1.34 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, HBന്റെ കോൺസെൻട്രേഷൻ കിട്ടും. കാരണം എന്താ, HB ഈസ് ഈക്വൽ ടു 1.34 ml ഓക്സിജൻ ആണ്. സോ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് 1.34 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഇത് കിട്ടും. സോ ഇവിടെ നമുക്ക് ആക്യുറേറ്റ് മെത്തേഡ് ഓഫ് മെഷറിംഗ് ഫങ്ഷണൽ ഹീമോഗ്ലോബിൻ. കാരണം ഓക്സിജൻ ആയിട്ട് ബൈൻഡ് ചെയ്യുന്ന ഹീമോഗ്ലോബിൻ അല്ലേ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റൂ. നമ്മൾ പറഞ്ഞില്ലേ ഈ മെത്ത് ഹീമോഗ്ലോബിനും കാർബോക്സി ഹീമോഗ്ലോബിനും സൾഫ് ഹീമോഗ്ലോബിന് അങ്ങനെയുള്ള ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ കാർബൺ മോണോക്സൈഡ് ആയിട്ട് ബൈൻഡ് ചെയ്താൽ പിന്നെ ഓക്സിജൻ ആയിട്ട് ബൈൻഡ് ചെയ്യില്ലല്ലോ. അതുപോലെ മെത്ത് ഹീമോഗ്ലോബിൻ എന്താണ്, ഓക്സിജൻ ആയിട്ട് ബൈൻഡ് ചെയ്യില്ല. സൾഫ് ഹീമോഗ്ലോബിൻ എന്താണ്, ഓക്സിജൻ ആയിട്ട് ബൈൻഡ് ചെയ്യില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഹീമോഗ്ലോബിൻ ഇവിടെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. ഫങ്ഷണൽ ആയിട്ടുള്ള ഓക്സിജൻ ആയിട്ട് ബൈൻഡ് ചെയ്യുന്ന ഹീമോഗ്ലോബിൻ മാത്രമേ നമുക്ക് ഈ ഗ്യാസോമെട്രിക് മെത്തേഡിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഓക്സിജൻ ബൈൻഡിങ് കപ്പാസിറ്റി ആണ് നമ്മൾ അവിടെ മെഷർ ചെയ്യുന്നത്. ആ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നോട്ട് ചെയ്യേണ്ടതുണ്ട്. ഡു നോട്ട് ഡിറ്റക്ട് ദ അബ്നോർമൽ ഹീമോഗ്ലോബിൻ ലൈക്ക് കാർബോക്സി ഹീമോഗ്ലോബിൻ, മെത്ത് ഹീമോഗ്ലോബിൻ, സൾഫ് ഹീമോഗ്ലോബിൻ. ഓക്കെ, സോ ഇനി നമുക്ക് വരുന്നത് വിഷ്വൽ കളറിമെട്രി. അതായത് നമ്മൾ ഡയറക്റ്റ് റിസൾട്ട് മാച്ച് ചെയ്ത് നമ്മളൊരു സ്റ്റാൻഡേർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ റിസൾട്ട്, ഇപ്പം നമ്മൾ സാലിസ് മെത്തേഡ് അങ്ങനെയുള്ള എന്താ പറയാ സ്റ്റാൻഡേർഡ് യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ് കളറിമെട്രി അല്ലെങ്കിൽ ഡയറക്റ്റ് മാച്ചിങ് മെത്തേഡ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് അതെന്താ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റ് ഹീമോഗ്ലോബിൻ ബൈ കമ്പയറിംഗ് ദ കളർ ഇന്റൻസിറ്റി ഓഫ് ബ്ലഡ് വിത്ത് സ്റ്റാൻഡേർഡ് കളർ സ്കെയിൽ. നമ്മൾ ബ്ലഡിന്റെ കളർ, നമുക്കറിയാം ബ്ലഡിന് കളർ കൊടുക്കുന്നത് HB ആണ്. അപ്പൊ ആ HB നമ്മൾ എന്ത് ചെയ്യുക, ബ്ലഡിന്റെ കളർ, ബ്ലഡ് ഡൈല്യൂട്ട് ചെയ്തിട്ട് അതിന്റെ കളർ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് യൂസ് ചെയ്തിട്ട്, സ്റ്റാൻഡേർഡ് കളർ സ്കെയിൽ യൂസ് ചെയ്തിട്ട് മാച്ച് ചെയ്ത് നോക്കുകയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്. അപ്പൊ അതിൽ കുറച്ച് മെത്തേഡ്സുകൾ പേര് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. ട്വാൾക്വിസ്റ്റ് മെത്തേഡ്, ഡെയർ മെത്തേഡ്, സ്പെൻസർ മെത്തേഡ് ഒക്കെ നമുക്ക് ഇങ്ങനെ വരുന്ന മെത്തേഡാണ്. ഈ ട്വാൾക്വിസ്റ്റ് മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ബ്ലഡ് ഓൺ ഫിൽറ്റർ പേപ്പർ മാച്ച് അഗെയിൻസ്റ്റ് ദ പ്രിന്റഡ് സ്കെയിൽ. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഫിൽറ്റർ പേപ്പറിലുള്ള ബ്ലഡ് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് അല്ലെങ്കിൽ പ്രിന്റഡ് സ്കെയിലുമായിട്ട് എന്ത് ചെയ്യാണ്, മാച്ച് ചെയ്യാണ് ചെയ്യുന്നത് ഈ ട്വാൾക്വിസ്റ്റ് മെത്തേഡ്. ഡെയർസ് മെത്തേഡിലാണെങ്കിൽ അൺഡൈലൂട്ടഡ് ബ്ലഡ്, ഡൈലൂട്ടഡ് ചെയ്യാത്ത ബ്ലഡ് നമ്മളൊരു ഗ്ലാസ് ഡിസ്കിൽ, അതായത് ദാറ്റ് സ്പ്രെഡ് ബിറ്റ്വീൻ ഗ്ലാസ് ഡിസ്ക് ആൻഡ് ഈസ് കമ്പയർഡ് ടു ദ സ്റ്റാൻഡേർഡ്. ഗ്ലാസ് ഡിസ്കിന്റെ ഇടയിൽ ഈ അൺഡൈലൂട്ടഡ് ബ്ലഡ് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മളത് സ്റ്റാൻഡേർഡ് ആയിട്ട് കമ്പയർ ചെയ്യാം. എല്ലാത്തിലും സ്റ്റാൻഡേർഡ് ആയിട്ട് കമ്പയറിംഗ് മെത്തേഡാണ് ഈ വിഷ്വൽ കളറിമെട്രി അല്ലെങ്കിൽ ഡയറക്റ്റ് മാച്ച് എന്നുള്ള മെത്തേഡ് വരുന്നത്. പിന്നെ അടുത്ത മെത്തേഡാണ് ഈ സ്പെൻസർ മെത്തേഡ്. അവിടെ ഡൈലൂട്ടഡ് ഓക്സി ഹീമോഗ്ലോബിൻ ഈസ് വിഷ്വലി മാച്ച്ഡ് ആണ്. അവിടെ ഓക്സി ഹീമോഗ്ലോബിൻ ആണ്, ഹീമോഗ്ലോബിൻ ഓക്സിജൻ ആയിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ ആണ് ഈ സ്പെൻസർ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, മാച്ച് ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, സോ പിന്നെ അതുപോലെ WHO കളർ സ്കെയിൽസ് വരുന്നുണ്ട്. അവിടെ നമ്മൾ ഒരു ഡ്രോപ്പ് ഓഫ് ബ്ലഡ് ഈ ക്രോമറ്റോഗ്രഫി പേപ്പർ നമ്മൾ പ്രിന്റഡ് സ്കെയിലുമായിട്ട് ഇതാക്കുന്നതാണ് ഈ WHO കളർ സ്കെയിൽ എന്ന് പറയുന്നത്. സോ ഇതൊരു ഇൻഎക്സ്പെൻസീവ് മെത്തേഡ് ആണ്. ജസ്റ്റ് സ്ക്രീനിങ് പർപ്പസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡോണർ സെലക്ഷൻ അങ്ങനത്തെ പർപ്പസിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. കാരണം പല വിഷ്വൽ എറേഴ്സും ഒക്കെ നമുക്ക് ഉണ്ടാകും. കാരണം നമ്മൾ നോക്കി ഒരു കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള എറേഴ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ വരുന്നുണ്ട്. പക്ഷെ പേരുകൾ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഈ ട്വാൾക്വിസ്റ്റ്, സ്പെൻസർ മെത്തേഡ്, ഡെയർ മെത്തേഡ്, അവിടെ എന്താണ് ചെയ്യുന്നതെന്നും ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ നല്ലതായിരിക്കും. കാരണം നമുക്ക് പുതിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഇപ്പൊ മോർച്ചറി ടെക്നീഷ്യന്റെ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കുറച്ചും കൂടി ഡെപ്തിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്
നെക്സ്റ്റ് മെത്തേഡ് ആണ് കാർബോക്സി ഹീമോഗ്ലോബിൻ മെത്തേഡ് ഓർ ഹാൽഡെയ്ൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. അവിടെ എന്താന്ന് വെച്ചാല് നമുക്കറിയാം HB is converted to carboxy hemoglobin by exposing കാർബൺ മോണോക്സൈഡ്. കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ എന്താ? കാർബൺ മോണോക്സൈഡ് ആയിട്ട് ബൈൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? ഈ കാർബോക്സി ഹീമോഗ്ലോബിൻ വരെ. എന്നിട്ട് റിസൾട്ടന്റ് ആയിട്ടുള്ള കളർ നമ്മൾ എന്ത് ചെയ്യാണ്? സ്റ്റാൻഡേർഡ് യൂസ് ചെയ്തിട്ട് കമ്പയർ ചെയ്യണം. ഇവിടെയും നമുക്ക് എന്താ വരുന്നത്? ഒരു വിഷ്വൽ കളറിമെട്രി തന്നെയാണ് വരുന്നത് കേട്ടോ. പ്രിൻസിപ്പിൾ വിഷ്വൽ കളറിമെട്രി ആണ്. പക്ഷെ ഡയറക്റ്റ് മാച്ചിങ് എന്നുള്ളതല്ല. നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ബ്ലഡ് ഡയറക്റ്റ് നേരെ സ്റ്റാൻഡേർഡ് ആയിട്ട് മാച്ച് ചെയ്യാന്നല്ല, ആദ്യം നമ്മൾ ഇതിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? യെസ്, കാർബോക്സി ഹീമോഗ്ലോബിൻ ആയിട്ട് കൺവേർട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ അത് സ്റ്റാൻഡേർഡുമായിട്ട് മാച്ച് ചെയ്യാണ് ചെയ്യുന്നത്. സോ അതിന്റെ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ബ്ലഡ് നമ്മൾ കാർബൺ മോണോക്സൈഡ് ആയിട്ട് എക്സ്പോസ് ചെയ്യും. അതിനുശേഷം നമ്മൾ റെഫറൻസ് സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യാണ്. ഇത് കുറച്ചുകൂടി ആക്യുറേറ്റ് മെത്തേഡ് ആണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഹസാർഡസ് ആണ്. സോ അതുകൊണ്ട് നമ്മൾ അത് ഡീൽ ചെയ്യുന്ന സമയത്ത് സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വരും. അത് കുറച്ച് എന്താണ് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ സത്യത്തിൽ ആക്യുറേറ്റ് മെത്തേഡ് ആണ് കേട്ടോ. കാർബോക്സി ഹീമോഗ്ലോബിൻ ലെവൽ മെഷർ ചെയ്യുന്ന മെത്തേഡാണ്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ആസിഡ് ഹെമാറ്റിക് മെത്തേഡ്. ദാറ്റ് ഈസ് നമ്മൾ സാലിസ് മെത്തേഡ് ഇല്ലേ, നമ്മൾ കേട്ടിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ സാലിസ് മെത്തേഡ്, ആസിഡ് ഹെമാറ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ആസിഡ് ഹെമാറ്റിക് മെത്തേഡിൽ നമ്മൾ n/10 ഡയലൂഷൻ ഓഫ് n/10 HCl ആയിട്ട് നമ്മൾ ബ്ലഡ് മിക്സ് ചെയ്യും. ആ സമയത്ത് ഇത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? നമ്മുടെ HB ആസിഡ് ഹെമാറ്റിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമുക്കൊരു ബ്രൗൺ കളറാണ് കിട്ടുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യാണ്? അത് കോൺസെൻട്രേഷൻ നമ്മളൊരു സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മള് ഒരു കാലിബ്രേറ്റഡ് ആയിട്ടുള്ള ട്യൂബ്സിലേക്ക് n/10 HCl യൂസ് ചെയ്തിട്ട് n/10 വെച്ച് ആ ഒരു മാർക്കിംഗ്, ഫസ്റ്റ് മാർക്കിംഗ് വരെ n/10 HCl മിക്സ് ചെയ്യുക. അതിലേക്ക് നമ്മള് പിപ്പറ്റ് യൂസ് ചെയ്തിട്ട് ഹീമോഗ്ലോബിൻ പിപ്പറ്റ് യൂസ് ചെയ്ത് ഹീമോഗ്ലോബിൻ പിപ്പറ്റിന്റെ 0.02 അതായത് 20 മൈക്രോലിറ്റർ കപ്പാസിറ്റി ഉള്ള ഹീമോഗ്ലോബിൻ മെഷർ ചെയ്യുന്ന പിപ്പറ്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ അത് എന്ത് ചെയ്യും? ഈ ഒരു ബ്ലഡിനെ നമ്മളിപ്പോ മിക്സ് ചെയ്ത് വെച്ച n/10 HCl മിക്സ് ചെയ്യും. എന്നിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് വെക്കും. എന്നിട്ട് നമ്മൾ ഇതേ n/10 HCl യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡ്രോപ്പ് വൈസ് ഡ്രോപ്പ് ആയിട്ട് നമ്മൾ വീണ്ടും n/10 HCl ആഡ് ചെയ്യും. കാരണം നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും, സ്റ്റാൻഡേർഡ് ഹീമോഗ്ലോബിനോമീറ്റർ ഒരു കമ്പാരിറ്റർ ഉണ്ടാവും. അപ്പൊ അതുമായിട്ട് ഈക്വൽ ആവുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും? ആ ഒരു കമ്പയറുമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഒരേപോലെ കളർ കിട്ടുന്ന രീതിയിൽ നമ്മൾ n/10 HCl ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആഡ് ചെയ്ത് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ആ ഒരു കമ്പാരിറ്ററുമായിട്ട് ഈക്വൽ കളർ ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ഈ ഒരു HBന്റെ വാല്യൂ റീഡ് ചെയ്യാണ് ചെയ്യുന്നത്. എത്ര ആണ് എന്നുള്ള മാർക്കിംഗ് നോക്കിയിട്ട് റീഡ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഈ ഒരു മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചും കൂടി നമ്മൾ വൈറ്റ്ലി യൂസ് ചെയ്ത റെഫറൻസ് പർപ്പസിനൊക്കെ നമുക്ക് വൈറ്റ്ലി ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, സിമ്പിൾ മെത്തേഡാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ കുറെ എറേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഡു നോട്ട് കൺവേർട്ട് മെത്ത് ഹീമോഗ്ലോബിൻ, കാർബോക്സി ഹീമോഗ്ലോബിൻ ആൻഡ് ഫീറ്റൽ ഹീമോഗ്ലോബിൻ. ആ ഒരു മെത്തേഡ് ഇതൊന്നും എന്താവുന്നില്ല, ആസിഡ് ഹെമാറ്റിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല. അപ്പൊ ഇതിനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ് അല്ലെ. മെത്ത് ഹീമോഗ്ലോബിനും കാർബോക്സി ഹീമോഗ്ലോബിനും HB ഫീറ്റൽ ഹീമോഗ്ലോബിനും ഒക്കെ ഇതിന് റെസിസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ട് ആസിഡ് ഹെമാറ്റിൻ ആയിട്ട് അവിടെ മാറുന്നില്ല. അപ്പൊ അതൊരു നെഗറ്റീവ് ആണ്. അപ്പോൾ സാലിസ് മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? n/10 HCl യൂസ് ചെയ്യുമ്പോൾ ആസിഡ് ഹെമാറ്റിൻ ആയിട്ട് ഫോം ചെയ്യുന്നതാണ്. ഒരു ബ്രൗൺ കളർ ആയിരിക്കും. അത് കമ്പാരറ്റർ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു നെഗറ്റീവ് അവിടെ വരുന്നുണ്ട്. നെക്സ്റ്റ് മെത്തേഡ് ആണ് ആൽക്കലി ഹെമാറ്റിക് മെത്തേഡ്. ആൽക്കലി ഹെമാറ്റിക് മെത്തേഡിൽ എന്തായിരിക്കും? യെസ്, അവിടെ നമ്മൾ n/10 HCl പകരം NaOH യൂസ് ചെയ്യാം. NaOH യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ ബ്രൗൺ കളർ ഉണ്ടാവും. ആ ബ്രൗൺ കളർ HBക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. നമ്മൾ അവിടെ ആഡ് ചെയ്യുന്ന NaOH RBCനെ ലൈസ് ചെയ്യും. അത് നമ്മൾ ഒരു ബ്രൗൺ കളർ സ്റ്റാൻഡേർഡ് കമ്പാരറ്റർ ആയിട്ട് എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യും. ഇത് പറഞ്ഞതുപോലെ തന്നെ എന്താണ്, നമുക്കൊരു സിമ്പിൾ ഇൻഎക്സ്പെൻസീവ് മെത്തേഡ് ആണ്. പക്ഷെ നമ്മൾ റെയർലി ആണ് യൂസ് ചെയ്യുന്നത്. കാരണം ഫീറ്റൽ ഹീമോഗ്ലോബിൻ ആൽക്കലി ഡീനാച്ചുറേഷനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫീറ്റൽ നമ്മൾ ഓൾറെഡി ആൽക്കലി ഡീനാച്ചുറേഷൻ മെത്തേഡ് പഠിച്ചിട്ടില്ലായിരുന്നു.
അതുകൊണ്ട് തന്നെ HbFനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. അതൊരു ഡിസഡ്വാൻറ്റേജസ് ആണ്. നെക്സ്റ്റ് മെത്തേഡ് ആണ് ഓക്സി ഹീമോഗ്ലോബിൻ മെത്തേഡ്. ഓക്സി ഹീമോഗ്ലോബിൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ 0.04% ലിക്വിഡ് അമോണിയം യൂസ് ചെയ്തിട്ട്, അതായത് അമോണിയം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്തിട്ട് ടു ലൈസ് RBCനെ ലൈസ് ചെയ്യും, എന്നിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യും. അത് നമ്മൾ കളറിമെട്രിക്കലി റീഡ് ചെയ്യാണ് ചെയ്യുന്നത്. അമോണിയം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്തിട്ട് RBCനെ ലൈസ് ചെയ്യും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, റിസൾട്ടിങ് ഓക്സി ഹീമോഗ്ലോബിനെ കളറിമെട്രിക്കലി റീഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ അത്ര കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് അല്ല. പിന്നെ സാൻമെത്ത് ഹീമോഗ്ലോബിൻ ആണ് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ അത്രത്തോളം ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് ഒന്നല്ല ഈ ഒരു ഓക്സി ഹീമോഗ്ലോബിൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് HB നമ്മൾ ഇത് യൂസ് ചെയ്ത് ലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓക്സി ഹീമോഗ്ലോബിൻ റിലീസ് ചെയ്യും. ആ ഓക്സി ഹീമോഗ്ലോബിനെ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ മെഷർ ചെയ്യുന്നത്. ഇനി നമ്മളുടെ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡാണ്, WHO ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്ന മെത്തേഡാണ് ഈ സാൻമെത്ത് ഹീമോഗ്ലോബിൻ മെത്തേഡ് എന്ന് പറയും. സാൻമെത്ത് ഹീമോഗ്ലോബിൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രിഫേർഡ് ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. അവിടെ എന്താണ് അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, യെസ്, നമ്മള് ഹീമോഗ്ലോബിന് ഓക്സിഡൈസ് ചെയ്തിട്ട് മെത്ത് ഹീമോഗ്ലോബിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും ഇൻ പ്രസൻസ് ഓഫ് പൊട്ടാഷ്യം ഫെറിസയനൈഡിന്റെ പ്രസൻസിൽ. എന്നിട്ട് ഈ മെത്ത് ഹീമോഗ്ലോബിൻ നെക്സ്റ്റ് നമ്മൾ പൊട്ടാസ്യം സയനൈഡിന്റെ പ്രസൻസിൽ സാൻമെത്ത് ഹീമോഗ്ലോബിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് 540 നാനോമീറ്ററിൽ നമ്മൾ റീഡ് ചെയ്യാണ് ചെയ്യുന്നത്. എങ്ങനെ? ആദ്യം HB മെത്ത് ഹീമോഗ്ലോബിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും, മെത്ത് HB ആയിട്ട് ഇൻ പ്രസൻസ് ഓഫ് പൊട്ടാഷ്യം ഫെറിസയനൈഡിന്റെ പ്രസൻസിൽ. പൊട്ടാഷ്യം ഫെറിസയനൈഡ് ഇത് പിന്നെ എന്തായിട്ട് മാറും, പൊട്ടാഷ്യം സയനൈഡിന്റെ പ്രസൻസിൽ സാൻമെത്ത് ഹീമോഗ്ലോബിൻ ആയിട്ട് മാറും. അത് നമ്മൾ 540 നാനോമീറ്ററിൽ കളറിമെട്രിലി മെഷർ ചെയ്യാണ്. കാരണം നമ്മൾ ഈ ബ്ലഡിന് നമ്മളിവിടെ സാൻമെത്ത് ഹീമോഗ്ലോബിൻ മെത്തേഡിന് യൂസ് ചെയ്യുന്ന റിയേജന്റ് ആണ് ഡ്രാഫ്കിൻസ് റിയേജന്റ് ഓർ ഡ്രാഫ്കിൻസ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഡ്രാഫ്കിൻസ് സൊല്യൂഷനിൽ പൊട്ടാസ്യം സയനൈഡും പൊട്ടാഷ്യം ഫെറിസയനൈഡും പൊട്ടാഷ്യം സയനൈഡും ആണ് ഉണ്ടാവുന്നത്. പിന്നെ ഫോസ്ഫേറ്റ് ആൻഡ് ഡിറ്റർജന്റും കാര്യങ്ങളും ഉണ്ടാവും. സോ അപ്പം ഇത് നമ്മൾ പ്രിൻസിപ്പിൾ പറഞ്ഞല്ലോ. അപ്പൊ ഇതുമായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം നടക്കും. അങ്ങനെ സാൻമെത്തും ഹീമോഗ്ലോബിൻസ് ഉണ്ടാവും. അത് നമ്മൾ സ്പെക്ട്രോഫോട്ടോമെട്രിക്കലി അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, റീഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ HB എന്താണ് എത്രയാണെന്നുള്ളത് ഒരു നമ്മളെ കാൽക്കുലേഷൻസ് ഉണ്ട്. ആ കാൽക്കുലേഷൻസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, HB എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതൊരു ആക്യുറേറ്റ് മെത്തേഡ് ആണ്. കാരണം ഓൾമോസ്റ്റ് എല്ലാ HBയും ഈ ഒരു സാൻമെത്ത് ഹീമോഗ്ലോബിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ നേരത്തെ ആൽക്കലൈൻ ഹെമാറ്റിനും ആസിഡ് ഹെമാറ്റിനും ഒക്കെ പറഞ്ഞപ്പോ എന്താണ്, ഇപ്പൊ ആൽക്കലൈൻ ഹെമാറ്റിന്റെ കേസിൽ HbF കൺവേർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു. ആസിഡിന്റെ കേസിലാണെങ്കിൽ HbFും സൾഫും ഒന്നും കൺവേർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു. സാൻമെത്തിന്റെ കേസിൽ സൾഫ് ഹീമോഗ്ലോബിൻ ഒഴിച്ചിട്ട് ബാക്കി എല്ലാം എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, സാൻമെത്ത് ഹീമോഗ്ലോബിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതൊരു പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ഇത് കുറച്ചും കൂടി ആക്യുറേറ്റ് മെത്തേഡ് ആണ് എന്നുള്ളത്. ഓക്കെ, സോ ഇത്രയാണ് മെയിൻലി നമ്മൾ എന്ത് പറയുന്നത്, ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് ചോദിച്ചാൽ ഈ പൊട്ടാസ്യം സയനൈഡ് അല്ലെങ്കിൽ സയനൈഡ് എന്നൊക്കെ പറയുന്നത് കുറച്ച് ടോക്സിക് അല്ലേ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഹൈ പ്ലാസ്മ പ്രോട്ടീൻസും WBC ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ടെർബിഡിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് ചിലപ്പോൾ ഇന്റർഫിയർ ചെയ്യും നമ്മളെ ടെസ്റ്റ് റിസൾട്ടിനെ. അങ്ങനെ കുറച്ച് നെഗറ്റീവ് ഉണ്ട്. എന്നാലും ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് സാൻമെത്ത്. സാൻമെത്തിന്റെ പ്രിൻസിപ്പിൾ എന്തായിരുന്നു, നമ്മൾ ഡ്രാഫ്കിൻസ് റിയേജൻസിൽ എന്തുണ്ട്, പൊട്ടാസ്യം സയനൈഡും പൊട്ടാസ്യം ഫെറിസയനൈഡും ഉണ്ട്. അപ്പൊ HB പൊട്ടാസ്യം ഫെറിസയനൈഡിന്റെ പ്രസൻസിൽ മെത്ത് HB ആയിട്ട് മാറും. പിന്നെ പൊട്ടാസ്യം സയനൈഡിന്റെ പ്രസൻസിൽ അത് സാൻമെത്ത് HB ആയിട്ട് മാറും. അത് നമ്മൾ 540 നാനോമീറ്ററിൽ സ്പെക്ട്രോഫോട്ടോമെട്രിക്കലി റീഡ് ചെയ്യാണ് ചെയ്യുന്നത്. സോ സൾഫ് ഹീമോഗ്ലോബിൻ വെച്ച് ബാക്കി എല്ലാ ഹീമോഗ്ലോബിനും ഇവിടെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു ആക്യുറേറ്റ് മെത്തേഡ് ആണ്. ഓക്കെ, സോ ഇത്രയും. നെക്സ്റ്റ് നമുക്ക് കുറച്ച് ഓട്ടോമേറ്റഡ് മെത്തേഡ്സ് വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഓട്ടോമേറ്റഡ് അനലൈസേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും HBന്റെ എസ്റ്റിമേഷന് വേണ്ടിയിട്ട്. അതുപോലെ ഹീമോഗ്ലോബിൻ സിസ്റ്റം പോലെയുള്ള ഓട്ടോമേറ്റഡ് മെത്തേഡ്സ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഞാൻ അതൊന്ന് ആഡ് ചെയ്തു എന്നേ ഉള്ളൂ.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ബൈ എമൗണ്ട് ഓഫ് ഓക്സിജൻ അബ്സോർബ്. ഓപ്ഷൻ എ ഗ്യാസോമെട്രിക് മെത്തേഡ്, ഓപ്ഷൻ ബി cyanometric hemoglobin method, ഓപ്ഷൻ ബി ഓക്സി ഹീമോഗ്ലോബിൻ മെത്തേഡ്, ഓപ്ഷൻ ഡി സാലിസ് മെത്തേഡ്. ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ അബ്സോർബ്, എത്രത്തോളം ഓക്സിജൻ അബ്സോർബ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഏത് മെത്തേഡ് ആയിരുന്നു? യെസ്, ഗ്യാസോമെട്രിക് മെത്തേഡ് ആയിരുന്നു അല്ലെ. എത്രത്തോളം ഓക്സിജനെ അബ്സോർബ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് ഗ്യാസോമെട്രി, ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് ഗ്യാസോമെട്രിക് മെത്തേഡിലായിരുന്നു. കറക്റ്റ് ആൻസർ ഗ്യാസോമെട്രിക് മെത്തേഡാണ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. കാരണം നമുക്ക് കൂടുതലായിട്ട് വീഡിയോസ് ഇടാൻ തോന്നുന്നു, നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് തോന്നുമ്പോഴാണ്. താങ്ക് യു.